ഇവിടെ കണ്ട കുറച്ച് ക്വസ്റ്റ്യൻ മാർക്കൊക്കെ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നമുക്ക് എന്തും ചോദിച്ചിടാൻ പറ്റുന്ന, എന്തും അന്വേഷിച്ചിടാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണെന്ന് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായിരിക്കും ഒരു പ്രയോഗം? ഓക്കെ, ഏതാണത്? വാട്ട് അബൌട്ട്. ഏതാണ്? വാട്ട് അബൌട്ട്. അപ്പോൾ ഈ വാട്ട് അബൌട്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, നമുക്ക് എന്തും ചോദിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തും ചോദിച്ചറിയാം. വാട്ട് അബൌട്ട് യുവർ ഫാമിലി, വാട്ട് അബൌട്ട് യുവർ വർക്ക്, വാട്ട് അബൌട്ട് യുവർ ഫ്രീ ടൈം. അപ്പോൾ നമുക്ക് ഒരാളോട് എന്ത് ഡീറ്റെയിൽസും ചോദിച്ചറിയാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഫ്രീ. കാരണം നമുക്ക് എന്താണോ അറിയേണ്ടത് അത് നേരിട്ട് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ് എങ്ങനെയുണ്ട് നിങ്ങൾ ചോദിക്കാം, വാട്ട് അബൌട്ട് യുവർ ക്ലാസ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രയോഗമാണ്. നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് സിമ്പിൾ എക്സാമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. Examples for what about. What about your family? I have father, mother, and a sister. If our father or mother is no longer alive, we can say, my mother is no more, or my father is no more. What about the price of this TV? It is 20,000 rupees. More examples. What about the price of this AC? What about the price of this cooler? What about the price of this refrigerator? What about bunking the class? It is not a good idea. You should attend all your classes to succeed in your studies. What about bunking the class? ഓക്കെ, ഇതിന് ചെറിയൊരു വ്യത്യാസം നിങ്ങൾ കാണുന്നില്ലേ? എന്താണത്? ഇതിലൊരു പ്രവൃത്തി ഉണ്ടല്ലേ വാട്ടർ ബോട്ടിൻ്റെ കൂടെ. ഇപ്പോൾ വാട്ടർ ബോട്ടിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഒരു പ്രവൃത്തിയാണെങ്കിൽ, ഇതുപോലെ ഇപ്പോൾ കളിക്കുക, കുടിക്കുക, പഠിക്കുക, അങ്ങനെ ഒരു പ്രവൃത്തിയാണ് ചേർക്കുന്നതെങ്കിൽ വളരെ സിമ്പിളാണ്. ആ ഒരു പ്രവൃത്തിയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ING ചേർത്തുകൊണ്ട് പറയാം. എന്നാലേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു അർത്ഥം കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് പരിചയപ്പെട്ടേക്കാം. What about playing cricket this evening? That's a good idea. What about having a cup of tea? Yes, sure. What about trying out that new restaurant downtown? Sounds great. What about going for a walk in the park? I'd love to. What about watching a movie tonight? That's a fantastic idea. What about going for a swim at the beach? Absolutely, count me in. What about going shopping this weekend? I'm up for it. What about planning a picnic in the countryside? Yes, let's do it. What about going hiking in the mountains? That sounds adventurous. What about having a barbecue party next weekend? I'm all for it. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു പ്രയോഗം പഠിച്ചു അല്ലേ? നമുക്ക് എന്തും ചോദിച്ചറിയാം ഒരാളോട്. വാട്ടർ ബോട്ടിൻ്റെ കൂടെ നിങ്ങൾ ചേർക്കുന്നത് ഒരു പ്രവൃത്തിയാണെങ്കിൽ എന്തുകൂടെ ചേർക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? ആ ഒരു പ്രവൃത്തിയോട് കൂടെ ING ചേർത്ത് പറയാം. അപ്പോൾ കമ്മാണെങ്കിൽ കമ്മിങ്, പ്ലേ ആണെങ്കിൽ പ്ലേയിങ്. എന്നാലേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു അർത്ഥം കിട്ടുള്ളൂ. വാട്ട് അബൌട്ട് പ്ലേ ക്രിക്കറ്റ് എന്ന് പറയരുത്, വാട്ട് അബൌട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. So we have got a clear idea about this usage.